കെ.എസ്.ആർ.ടി.സി ഡ്രൈവറായ യദുവും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെട്ട കേസ് അവസാനിച്ചെന്ന് പറയാറായിട്ടില്ല. ആര്യയെയും ഭർത്താവ് ബാലുശ്ശേരി എം.എൽ.എയുമായ കെ.എം. സച്ചിൻ ദേവിനെയും കുറ്റവിമുക്തരാക്കിയ പോലീസ് നടപടിക്കെതിരെ യദു സമർപ്പിച്ച സ്വകാര്യ അന്യായത്തിൽ ആര്യയ്ക്കും സച്ചിനും അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ജനുവരി 21 നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവായെന്ന് കരുതി ആശ്വസിച്ചിരുന്ന ആര്യയ്ക്കും സച്ചിൻ ദേവിനും തിരിച്ചടിയാണ് യദുവിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ്. മാത്രമല്ല, ഇന്നത്തെ നിലയിൽ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം.എൽ.എക്കും രാഷ്ട്രീയമായ പ്രതിസന്ധി കൂടിയാണ് ഈ നോട്ടീസ്. ഇന്ന് മേയറുടെ പ്രിവിലേജോ പരിരക്ഷയോ പരിവേഷമോ ഇല്ലാത്ത സാധാരണ പാർട്ടി പ്രവർത്തക മാത്രമാണ് ആര്യ രാജേന്ദ്രൻ. സച്ചിൻ ദേവ് എം.എൽ.എ ആണ്. കേസിന്റെ തുടക്കത്തിൽ മേയർ എന്ന പരിരക്ഷയിൽ പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിച്ചുവെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരമൊരു പരിരക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, മേയറുടെ പരിരക്ഷയുണ്ടായിരുന്ന സമയത്ത് തന്നെ ആര്യ രാജേന്ദ്രന് നല്ല കൊട്ട് കോടതിയിൽ നിന്ന് കിട്ടിയതുമാണ്. അതുകൊണ്ട് തന്നെ മേയറല്ലാത്ത ആര്യയ്ക്ക് ഇനി ഈ കേസിൽ അന്നത്തെ പരിരക്ഷ പോലീസിൽ നിന്ന് കിട്ടുമോ എന്നതും സംശയമാണ്. കൂടാതെ പാർട്ടിയിൽ നിന്നും എത്രത്തോളം രാഷ്ട്രീയ സംരക്ഷണം ആര്യയ്ക്ക് കിട്ടും എന്നും ഒരു തിട്ടവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-നും LDF-നും കിട്ടിയ തിരിച്ചടി തന്നെയാണ് ഇതിന് പ്രധാന കാരണം. 4 പതിറ്റാണ്ടോളം CPM-ഉം LDF-ഉം അടക്കി ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനാണ് CPM-ന്റെ കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോയത്. അതിന് പ്രധാന കാരണമായത് മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ മർക്കടമുഷ്ടിയും പക്വത കുറവുമാണ് എന്നാണ് പരക്കെ ആക്ഷേപം. ഇത് പാർട്ടി നേതൃത്വത്തിനുമുണ്ട്. പരസ്യമായി അത്തരമൊരു വിലയിരുത്തൽ പാർട്ടിയോ പാർട്ടി നേതാക്കളോ നടത്തിയിട്ടില്ല എങ്കിലും പാർട്ടിയുടെ അകത്തളങ്ങളിൽ അത്തരമൊരു സംസാരമുണ്ട്. യദുവിനെതിരായ കേസ് പോലെ ആര്യയുണ്ടാക്കിയ പൊല്ലാപ്പുകളാണ് ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നാണ് ചില CPM നേതാക്കളുടെ അടക്കം വാദം. കൂടാതെ ഗായത്രി ബാബുവിനെ പോലുള്ളവർ ഉന്നയിച്ച പരസ്യ ആക്ഷേപവും. ഇതെല്ലാം ആര്യ രാജേന്ദ്രനെതിരായ പടയൊരുക്കത്തിന്റെ സൂചനയാണ്. ഇതിനിടയിലാണ് യദുവിന്റെ കേസിൽ പുനരന്വേഷണത്തിനുള്ള സാധ്യതകളും തെളിയുന്നത്. ഇത് പാർട്ടിക്കും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. മാത്രമല്ല, 4-5 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരിക്കൽ തിരിച്ചടി കിട്ടിയ വിഷയത്തിൽ പാർട്ടി എന്ത് നിലപാടെടുക്കും എന്ന് കണ്ടറിയണം. പോലീസ് നടപടി ചോദ്യം ചെയ്ത് യദു നൽകിയ ഹർജിയിൽ തെളിവെടുപ്പിനായി ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ആര്യയുടെ സഹോദരന്റെ ഭാര്യയും കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം, അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം എതിർ കക്ഷികൾ തെളിവെടുപ്പിനായി കോടതിയിൽ ഹാജരാകണമെന്ന് നിർബന്ധമാണ്. മുൻപ് കോടതിക്ക് അത്യാവശ്യമെങ്കിൽ മാത്രമാണ് സ്വകാര്യ അന്യായങ്ങളിൽ തെളിവെടുപ്പിന് എതിർകക്ഷികളെ വിളിച്ചു വരുത്തിയിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് അത് ഫയലിൽ സ്വീകരിക്കുമ്പോൾ തന്നെ എതിർകക്ഷികളോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും അവരുടെ അഭിഭാഷകരുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ തെളിവെടുക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമുണ്ട്. ഇത് പ്രകാരമാണ് പോലീസ് നടപടിക്കെതിരെ യദു സമർപ്പിച്ച സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചപ്പോൾ തന്നെ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ്, സഹോദര ഭാര്യ എന്നിവർക്കെതിരെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. തന്നെ ആക്രമിച്ചുവെന്ന് കാട്ടി മുൻ KSRTC ഡ്രൈവറും നേമം സ്വദേശിയുമായ യദു നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ആര്യയുടെ സഹോദര ഭാര്യയെയും ഒഴിവാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. നേരത്തെ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദ് മാത്രമായിരുന്നു പ്രതി. എന്നാൽ നിയമപോരാട്ടം തുടരാനുറച്ച യദു പോലീസ് നടപടിക്കെതിരെ തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. പോലീസ് സമർപ്പിച്ച കുറ്റപത്രം തള്ളണമെന്നും ഈ 3 പേരെ കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് യദു കോടതിയെ സമീപിച്ചത്. അതോടൊപ്പം ഈ പുതിയ ഹർജിയിൽ പുതിയ ഒരു കാര്യം കൂടി യദു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് സംഭവം നടക്കുന്ന സമയം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ബസ് കണ്ടക്ടർ സുബിനെ കൂടി പ്രതിയാക്കണമെന്നാണ് യദുവിന്റെ പുതിയ ആവശ്യം. സുബിനാണ് ബസ്സിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് നശിപ്പിച്ചത് എന്നാണ് യദു പറയുന്നത്. ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള പ്രതികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് മെമ്മറി കാർഡ് നശിപ്പിച്ച് സുബിൻ തെളിവ് നശിപ്പിച്ചത് എന്നാണ് യദുവിന്റെ ആരോപണം. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറി അക്രമം കാണിച്ചതിന്റെ ദൃശ്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നുവെന്നാണ് യദു പറയുന്നത്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവും ഈ മെമ്മറി കാർഡാണ്. മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ ഹർജിയിലാണ് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ആര്യ രാജേന്ദ്രന്റെ സഹോദര ഭാര്യയ്ക്കും
കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. കേസിന്റെ തുടർ നടപടികളിൽ ഇത് നിർണായകമാകും. 2024 ഏപ്രിൽ 27 രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLA അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ് ഡ്രൈവർ യദുവിനെ അസഭ്യം പറഞ്ഞുവെന്നും ആക്രമിച്ചുവെന്നുമാണ് പരാതി. എന്നാൽ യദു ബസ്സിലിരുന്ന് അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നും അത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്നും ആര്യയും സച്ചിൻ ദേവും അടക്കമുള്ളവരും വാദിച്ചിരുന്നു. പക്ഷേ തുടക്കം മുതൽ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിച്ചു. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിനെതിരെ യദു നിയമ പോരാട്ടം നടത്തി. പോലീസ് അന്വേഷണം പക്ഷപാതപരമായിരുന്നുവെന്ന് യദു ആരോപിച്ചു. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡായിരുന്നു. എന്നാൽ ഈ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല. മെമ്മറി കാർഡ് കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും മെമ്മറി കാർഡ് മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടുവെന്നും യദു ആരോപിച്ചിരുന്നു. ഇത് തന്നെയാണ് യദു തന്റെ പുതിയ ഹർജിയിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മെമ്മറി കാർഡ് നശിപ്പിക്കപ്പെട്ടത് അന്ന് തനിക്കൊപ്പമുണ്ടായിരുന്ന കണ്ടക്ടർ സുബിന്റെ ഇടപെടലിലാണ്. അങ്ങനെ വരുമ്പോൾ പുതിയ ഹർജിയിൽ കോടതി സ്വീകരിച്ച നിലപാട് പോലീസിന്റെ മുൻ അന്വേഷണത്തെ സംശയനിഴലിൽ നിർത്തുന്നതാണ്. ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബിൻ ഇത് ചെയ്തത് എന്നും അതിനാൽ സുബിനെ കൂടി പ്രതിയാക്കി പുനരന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ള യദുവിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ കേസിൽ പുനരന്വേഷണം ഉണ്ടാകും. അപ്പോൾ മേയറുടെ പരിവേഷവും പരിരക്ഷയും ഇല്ലാത്ത ആര്യ രാജേന്ദ്രന് അതുണ്ടാക്കുന്ന ആഘാതം ചില്ലറയാകില്ല.